ദിലീപ് മലയാള സിനിമയിൽ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പൃഥ്വിരാജ് എന്ന താരപുത്രന്റെ താരോദയം. സംഘടനാ പ്രശ്നങ്ങളാൽ വിനയൻ എന്ന സംവിധായകനെ അമ്മയുടെ വിലക്കപ്പെട്ട കനിയായി പ്രഖ്യാപിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് വിനയൻ തന്റെ സിനിമയായ വെള്ളി നക്ഷത്രത്തിന്റെ കഥയുമായി പൃഥ്വിരാജിനെ സമീപിക്കുന്നത്. കഥ പൃഥ്വിക്ക് ഇഷ്ടപ്പെടുകയും പൃഥ്വി വാക്കുകൊടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ദിലീപ് പൃഥ്വിനെ സമീപിക്കുന്നു. ഈ സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിക്കുന്നു. താൻ സുകുമാരന്റെ മകനാണ്, തനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ എന്നാണ് പൃഥ്വി ഇതിന് കൊടുത്ത മറുപടി. 2004 ഏപ്രിൽ 2 റിലീസായ വെള്ളി നക്ഷത്രം എന്ന ഈ സിനിമ വലിയ വിജയമായി. ഇത് ദിലീപിനെ പൃഥ്വിനോട് വലിയ തോതിൽ വിദ്വേഷമുണ്ടാകാൻ കാരണമായി. പിന്നീടങ്ങോട്ട് ദിലീപിന്റെ പകപോക്കലിന്റെ കാലമായിരുന്നു. പൃഥ്വിന്റെ സിനിമകൾ തിയേറ്ററിൽ കൂകിത്തോൽപ്പിക്കാനും ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കാനും ദിലീപ് ശ്രമിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ മീറ്റിംഗിൽ പലതവണ പൃഥ്വി ഈ കാര്യം ഉന്നയിച്ചിട്ടും ആരും അയാളുടെ വാക്കുകൾക്ക് വില കൊടുത്തില്ല. നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ലാതെ പൃഥ്വിന് വേറെ വഴിയില്ലായിരുന്നു. ഒടുവിൽ തിരിച്ചടിക്കാൻ പൃഥ്വിക്ക് കാലം വഴിയൊരുക്കി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പിടിയിലായപ്പോൾ അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയത് പൃഥ്വിന്റെ കടുംപിടുത്തം ഒന്നുകൊണ്ട് മാത്രം. മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ ആദ്യ തീരുമാനം ദിലീപിനെ പുറത്താക്കണ്ട എന്നതായിരുന്നു. സീനിയർ താരങ്ങളാണ് ഈ വാദം ഉന്നയിച്ചത്. പൃഥ്വിന് ഇതിനോട് യോജിക്കാൻ സാധിച്ചില്ല. അയാൾ ശക്തമായി എതിർത്തു. ഇതുവരെ തന്റെ തീരുമാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചിട്ടില്ലെന്നും ഈ അവസരത്തിലും ഇത് തുടർന്നാൽ തനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാം വെട്ടിത്തുറന്ന് പറയേണ്ടി വരുമെന്നും പൃഥ്വി പറഞ്ഞു. ഒരു വേള എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ പൃഥ്വിനെ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് അനുനയിപ്പിച്ചിരുത്തി. പൃഥ്വി അമ്പിനും വില്ലിനും വഴങ്ങിയില്ല. ആസിഫ് അലിയും രമ്യ നമ്പീശനും പൃഥ്വിരാജിന് സപ്പോർട്ട് നൽകിയതോടെ സീനിയർ താരങ്ങൾക്ക് മറ്റു വഴിയില്ലാതായി. ഒടുവിൽ ദിലീപിനെ പുറത്താക്കാമെന്ന് അമ്മയുടെ യോഗം ഐക്യകണ്ഠേന തീരുമാനിക്കുന്നു. അങ്ങനെ വർഷങ്ങളായി നിലനിന്നിരുന്ന പ്രതികാരത്തിന് പൃഥ്വിരാജ് കർട്ടനിട്ടു.